ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്, ലിസീസ് മലയാളം മീഡിയം. പുതിയത് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ 2 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ്. ഞാൻ ലക്ഷ്യം വെച്ചത് ഹൈസ്കൂളിലെ പാഠഭാഗങ്ങൾ, മലയാളം കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും പാഠഭാഗങ്ങളെടുത്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. 8ാം ക്ലാസ്സിലെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയെ അടിസ്ഥാനമാക്കി 2 ക്ലാസ്സുകൾ മാത്രമേ ഞാൻ അന്ന് എടുത്ത് അപ്ലോഡ് ചെയ്തുള്ളൂ. പിന്നെ അതങ്ങനെ നിലച്ചുപോയി പലവിധ കാരണങ്ങളാൽ. ഇപ്പോൾ സ്കൂൾ തുറന്നു, പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. കുട്ടികൾ ഉത്സാഹത്തോടെ പഠനം ആരംഭിച്ചു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ നിലച്ചുപോയ ഈ ചാനൽ ഒന്ന് പുനരാരംഭിക്കാം എന്ന്. ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായിട്ട്, ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ശുദ്ധിയുള്ള ഉച്ചാരണവും തെറ്റില്ലാത്ത എഴുത്തും പരിശീലിപ്പിക്കുക. ഇത് പറയുമ്പോൾ സ്കൂളുകളിൽ അധ്യാപകർ ഇത് ചെയ്യുന്നില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. ചെയ്യുന്നുണ്ട് തീർച്ചയായും. പക്ഷേ കലവില കൂട്ടുന്ന ആ കുട്ടിപ്രായമാണ്. അധ്യാപകർ എത്ര ഇങ്ങോട്ട് ശ്രദ്ധ ക്ഷണിച്ചാലും അവർ വട്ടം കറങ്ങി ഇങ്ങനെ ഇരിക്കും ക്ലാസ്സിൽ, നമുക്കറിയാമല്ലോ. അപ്പോൾ പകുതിയൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുള്ളൂ, പകുതിയൊക്കെ ചെവിയിൽ വീഴുന്നുണ്ടാവുള്ളൂ. ഈ കുട്ടികൾ വീട്ടിൽ ചെന്നു കഴിഞ്ഞാലോ, അവരുടെ അച്ഛനമ്മമാരൊക്കെ ചെറിയ പ്രായക്കാരാണ് അല്ലേ, 1ലും 2ലുമൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ 4-5 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ വളരെ ചെറുപ്പമാണ്. അവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിച്ച് വന്നവരാകാം. ശരിയായ ഉച്ചാരണവും എഴുത്തുമൊക്കെ അവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് അവർ പരിശീലിപ്പിക്കുന്നതും ശരിയായി കൊള്ളണമെന്ന് നിർബന്ധമില്ല. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക്, ചെറിയ കുട്ടികൾക്ക് വേണ്ടി പേരൻസിനും എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ഞാൻ കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും മലയാളം 1ും 2ും പാഠഭാഗങ്ങൾ തന്നെ സമയം പോലെ ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അവിടെ കുട്ടികൾക്ക് പലവിധ കാരണങ്ങളാൽ നഷ്ടപ്പെട്ട ക്ലാസ്സുകളുണ്ടാവാം. രോഗം അല്ലേ, ലീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണം കൊണ്ട് ക്ലാസ്സിൽ അശ്രദ്ധമായിരുന്നത്. അപ്പോൾ അവിടെ കഥയും നോവൽ ഭാഗമൊക്കെ ആയിട്ടുള്ള പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് വായിച്ചാലും മനസ്സിലാകും. മലയാളമല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും, അതാണ് ഞാനിതെടുത്തു പറഞ്ഞത്. അത് കുട്ടികൾക്ക് 1-2 തവണ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ സ്വന്തം ഒരു ഭാഷാശേഷിയും ഭാവനയും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി എഴുതി നല്ല സ്കോർ വാങ്ങാൻ പറ്റും. എന്നാൽ ചില കവിതകളൊക്കെ കുറച്ച് കാഠിന്യമുള്ള, ആശയതലത്തിൽ കാഠിന്യമുള്ള ചില വരികളൊക്കെ ഒറ്റയ്ക്ക് വായിച്ചാൽ പഠിക്കുക ബുദ്ധിമുട്ടാണ്, അത്രയ്ക്കങ്ങ് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടികൾക്ക്, അത്തരം സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയം പരിഹരിക്കാനായിട്ട് എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ എത്തിക്കുക. കൂടുതൽ കുട്ടികൾ മാതൃഭാഷ തെറ്റുകൂടാതെ പഠിക്കട്ടെ. കൂടാതെ ഭാഷയിലെ തന്നെ കേവലം പാഠം പഠിക്കുക എന്നതിനപ്പുറത്ത് പാഠ്യേതര പ്രവർത്തനങ്ങളുണ്ടല്ലോ അല്ലേ. പ്രസംഗ പരിശീലനം, കവിതാ രചന, കവിത ചൊല്ലുക, കഥാരചന, ഉപന്യാസം, ലേഖനം എന്നിവ രചിക്കുക, ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കാൻ വേണ്ടി എൻ്റെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ നീണ്ട കാലയളവിലെ അധ്യാപന പരിചയമുണ്ട്, ധാരാളം അനുഭവ സമ്പത്തുണ്ട്. ആ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ കുട്ടികൾക്ക് ചില നല്ല കാര്യങ്ങൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം, നല്ല മലയാളം പഠിക്കാം,
കുട്ടികൾക്ക് നല്ല സ്കോർ വാങ്ങാം. അപ്പോൾ എന്നോടൊപ്പം ചേരുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി.